മമ്മൂട്ടി ദി പാട്രിയാർക്ക് ഓഫ് മലയാള സിനിമ മുരളി ഗോപി പറഞ്ഞതാണ് അഭിനയത്തിന്റെ കുലപതി. കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ അഭിനയിച്ച് വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നിരവധി അനവധിയാണ്. ഇതിനകത്ത് 2024 ദേശീയ അവാർഡ് പ്രഖ്യാപിക്കാനിരിക്കെ ബ്രഹ്മയുഗത്തിലെ കൊടുവൻപോറ്റിക്ക് ഒരു സംശയമില്ലാതെ ദേശീയ അവാർഡ് കൊടുക്കാം. കാരണം ദേശീയ അവാർഡിന് അർഹനാണെന്നുള്ളതിൽ സംശയമില്ല. പലവട്ടവും ദേശീയ അവാർഡ് ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി, 10-20 വർഷമായി കാണും മമ്മൂട്ടിക്ക് ഒരു ദേശീയ അവാർഡ് കിട്ടിയിട്ട് മികച്ച നടന്. മമ്മൂട്ടിക്കും കമലഹാസനും 3, അമിതാഭ് ബച്ചനും 4 ദേശീയ അവാർഡ് മികച്ച നടനുള്ളത് കിട്ടിയിട്ടുണ്ട്. അന്നേരം കമലഹാസനും മമ്മൂട്ടി ഒരേപോലെ നിൽക്കുകയാണ്. പക്ഷെ മമ്മൂട്ടിക്ക് കിട്ടിയിട്ട് 10-20 കൊല്ലമായി മമ്മൂട്ടി മികച്ച ചിത്രങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പം പത്മഭൂഷണൊക്കെ കൊടുത്ത സ്ഥിതിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിക്ക് കൊടുവൻപോറ്റിക്ക് ഒരു ടെൻഷനും ഇല്ലാതെ അവർക്ക് ഒന്നും നോക്കാതെ പോലും കൊടുക്കാൻ പറ്റുന്ന ഈസി വോക്കറായിട്ട് കൊടുക്കാൻ കൊടുവൻപോറ്റി. കാരണം അതിന് മണ്ടയ്ക്ക് ഒരാൾ ചെയ്തു വെച്ചിട്ടില്ല 2024 എന്നുള്ളതിൽ നിസ്സംശയം പറയാം. ഇനി ഇപ്പം പറഞ്ഞത് വന്നത് നമ്മുടെ നടനും സംവിധാനമായിട്ടുള്ള പി ശ്രീകുമാർ, നമ്മുടെ അച്ചുവിൻ്റെ അമ്മയ്ക്കകത്തൊക്കെ വേഷം ധരിച്ച് പുള്ളി വിഷ്ണു എന്ന് പറഞ്ഞ സിനിമ മമ്മൂട്ടിയുടെ പടം സംവിധാനം ചെയ്ത പി ശ്രീകുമാർ അടൂർ ഗോപാലകൃഷ്ണന്റെ പുത്തൻ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അടുത്ത നാഷണൽ അവാർഡ് മിക്കവാറും മമ്മൂട്ടിക്ക് 2026 റിലീസ് ചെയ്യുന്നെങ്കിൽ 2027 അത് ഉറപ്പായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടും. കാരണം അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകളും വിധേയനും മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിയതാണ്. ആകെ 3 ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ, അനന്തരവും മതിലുകളും വിധേയനും. 4മത്താണ് പദയാത്ര. പദയാത്രയിലെ ഗംഭീര ക്യാരക്ടറാണ്, ഒരു ഡോക്ടറിന്റെ ക്യാരക്ടറാണ്, ഒരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വളരെ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട ഡോക്ടറാണ്. അതൊക്കെ അദ്ദേഹം പറയുന്നത് അതിലും ഗംഭീര ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി ടീം ഒന്നിക്കുമ്പം വീണ്ടും ഒരു ദേശീയ അവാർഡ് കിട്ടും. അർഹനാണ്, കൊടുത്താൽ അടിപൊളിയാണ്. അങ്ങനെയാണെങ്കിൽ 1ഉം 2ഉം ഒക്കെ ദേശീയ അവാർഡാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് കിട്ടുന്ന മലയാള നടനായിട്ട് മമ്മൂട്ടി മാറും. ഇത് അർഹതപ്പെട്ട ദേശീയ അവാർഡാണ്. ഒന്നും ഓസിന് കിട്ടിയതും അല്ല. ഗംഭീരമായിരിക്കും ഈ 2 പടത്തോടെ കിട്ടിയാൽ.